ഇതാണ് കോഴിക്കോട് ജില്ലയിലെ ചീക്കിലോട്ടുള്ള പൂക്കോട്ടുമല എന്ന മല. ഈ മലയിൽ നിന്നാണ് പുല്ല് പറിച്ചിട്ട് കരിങ്കാളി ദേവിയുടെ ഉത്സവത്തിന് കൊണ്ടുപോവുക. വളരെ സിമ്പിളായിട്ട് പറിക്കാവുന്ന പുല്ലുകളാണ് ഞാൻ കണ്ടില്ലേ പറിച്ചെടുക്കുന്നത്. ഏതൊരാൾക്കും കുട്ടികൾക്ക് വരെ പറിച്ചെടുക്കാവുന്ന അത്രയും സിമ്പിളായിട്ടാണ് ഉണങ്ങിയ പുല്ലുകൾ ഉണ്ടാവുക. അതിനുശേഷം പുല്ലുകൾ കെട്ടിയ ശേഷം അടിയിൽ ഇങ്ങനെ ഉരതിയിട്ട് നമ്മളത് വൃത്തിയാക്കുക, ഈക്വലാക്കുക. എന്നിട്ട് അടുത്തുള്ള ഒരു അരുവി ഒരുക്കി വരുന്നുണ്ട്, കാട്ടരുവി. അവിടെ കൊണ്ടുപോയിട്ട് ഈ പുല്ല് നനയ്ക്കേണ്ടതുണ്ട്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പുല്ലെല്ലാം കൂടി ഒരൊറ്റ കെട്ടായി കെട്ടിയിട്ട് ഇങ്ങനെ മുക്കിയെടുത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭഗവതിയോടൊപ്പം ഈ പുല്ലുമായിട്ട് ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു നീങ്ങുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്നാണ് ഭഗവതി ഇറങ്ങി വരിക അമ്പലത്തിലേക്ക്. അതിൻ്റെ കൂടെ ഭക്തരും നീങ്ങുന്നുണ്ട്. ഇതാണ് പുല്ലുവരവിൻ്റെ ഏറ്റവും പ്രധാനമായ ആകർഷണം. ഭയങ്കര എല്ലാവരെയും തടഞ്ഞു നിർത്തിയിട്ട് ഒരുമിച്ച് തിക്കും തിരക്കുമായിട്ട് അമ്പലമുറ്റത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഭക്തരുടെ കൂടെ ഭഗവതിയും അമ്പലമുറ്റത്തേക്ക് എഴുന്നള്ളുന്നുണ്ട്. ഭഗവതി ഇതാ അമ്പലമുറ്റത്തേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തരെല്ലാം ഒരു അഭൂതപൂർവമായ തിരക്കായിരിക്കും ഈ സന്ധ്യാസമയത്ത് ഭഗവതിയെ എതിരേൽക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായ തിരക്ക്. അതിനുശേഷം ഭഗവതി ക്ഷേത്രത്തിൽ കൊട്ടിയാടുകയും ചെയ്യുന്നുണ്ട്. ഈ കെട്ടിയാട്ടത്തിൽ ഭക്തർക്ക് ദർശനം കൊടുക്കുകയും ഭക്തരെല്ലാം ഭഗവതിയെ തൊഴുകയും അനുഗ്രഹം വാങ്ങുകയും ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഭഗവതിയെ തൊഴലാണിത്.